ഇതാണ് ഇസ്രായേലിലെ കക്കരി കക്കരി തോട്ടം. നമ്മുടെ നാട്ടിലെ കക്കരിക്കല്ലേ, കക്കരിയുടെ തോട്ടമാണിത്. മേളിൽ മുഴുവൻ ഇതാണ് മറ്റേ പ്ലാസ്റ്റിക് ഇട്ട് മൂടിയേക്കുന്നതാണ്. മഴ പെയ്താൽ നനയുകയല്ല. ഇത് ഈ കക്കിരി മാത്രമേ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ ഒരു ഏരിയ മൊത്തം ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ. കാരണം വെച്ചാൽ ഈ ഭാഗത്ത് ഈ കക്കിരി മാത്രമേ ഉള്ളൂ, മൊത്തം എക്സ്പോർട്ടിങ് ആണ്. 10,000-കണക്കിന് ഏക്കറിൽ തന്നെയാണ്, ഒരാളുടെ ഒന്നുമല്ല. നമ്മുടെ ഇപ്പോഴത്തെ സാറിന് തന്നെ കുടിപ്പാൽ 10-100 ഏക്കറേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഒരുപാട് 100,000-കണക്കിന് ഏക്കറൊക്കെ ഉള്ളവരുണ്ട്. എല്ലാം ഇങ്ങനെയാണ്, മേള് മൊത്തം മൂടി ഇടയ്ക്കാണ് ചെയ്യുന്നത്. അടിപൊളിയാണ് തോട്ടം. മൊത്തം വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോയി എക്സ്പോർട്ട് ചെയ്യുകയാണ്. അമേരിക്ക, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള UK ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മൊത്തം കയറി പോവുകയാണ്. ഇപ്പം നമുക്കിവിടെ സമയം എത്രയായി? 7:45 നാട്ടിലെ ഏകദേശം സമയം 7:10 10:30 ഇപ്പോൾ ഏകദേശം 11:15. ഇപ്പം 3.5 മണിക്കൂർ വ്യത്യാസമാണ്. സീസൺ ടൈമും സമ്മറും വരുമ്പോൾ ടൈം മാറുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് 1 മണിക്കൂർ കൂടി നാട്ടിലേക്കാനും ഇങ്ങോട്ടേ പുറകോട്ടായി. നേരത്തെ 2.5 മണിക്കൂറായിരുന്നു നാട്ടിലേക്കാനും പുറകോട്ട്, ഇപ്പം 3.5 മണിക്കൂറായി. ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും 2.5 മണിക്കൂറിലേക്ക് എത്തും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 15 മിനിറ്റ് റെസ്റ്റാണ്. നമ്മൾ രാവിലെ ഇപ്പോൾ അവിടെ ഇറങ്ങുന്നത് 6 മണിക്കാണ്, വൈകുന്നേരം 5 മണിക്കാണ് നിർത്തുക. നമുക്കിപ്പോൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ്. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ വീണ്ടും ഒരു 1/2 മണിക്കൂർ റെസ്റ്റ്. അതൊക്കെ ഡ്യൂട്ടി ടൈമിൽ പെടുന്നതാണ്. 15 മിനിറ്റ് റെസ്റ്റ്, 1/2 മണിക്കൂർ റെസ്റ്റൊക്കെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്ന സമയമാണ്. നമുക്ക് 6 മണിക്ക് ഇറങ്ങി 5 മണിക്ക് കയറുന്നെങ്കിൽ കറക്റ്റ് 11 മണിക്കൂർ തന്നെ നമുക്ക് ശമ്പളം കിട്ടും. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. നല്ല മനോഹരമുണ്ട്, നല്ല എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. നല്ല ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല രസമായിട്ടാണ് പൂക്കളായിട്ട് മറ്റേ കക്കിരിക്കാൻ്റെ പൂവ് വിരിഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ നല്ല മനോഹരമാണ് കാഴ്ച. നല്ല കണ്ണിന് കുളിർമ ഉണ്ടാകുന്ന കാഴ്ചയാണ്. ഇതുപോലെ കക്കിരിത്തോട്ടം നമ്മുടെ നാട്ടിലൊന്നും നടക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് എന്നാ ഉണ്ട്, ഒരു കിലോ കക്കരിക്ക് 15 രൂപയുണ്ട്. ഇതുപോലെ ഒക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഇന്ത്യൻ മണി. ഇവിടെ അതുപോലെ തന്നെയൊക്കെ ആവുമായിരിക്കും, കോടിക്കണക്കിന് രൂപ. ഇവിടെ ഷെക്കലാണല്ലോ, ഇവിടുത്തെ ഷെക്കലെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിന് ഇന്ത്യൻ മണി 26 രൂപ 50 പൈസയാണ്. ഒരു ഷെക്കൽ ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ 26 രൂപ 50 പൈസയാണ്. അത് ഓരോ ദിവസം അങ്ങോട്ടും മാറും. 26 രൂപയാവും, 26.50 കൂടുതലാവും, കുറവും, അങ്ങനെയൊക്കെ മാറി വരും. എന്നാലും ഇപ്പോൾ ശരാശരി 26 രൂപ വെച്ചിട്ട് ഉണ്ട്. വന്ന സമയത്തൊക്കെ 23 3 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ചെറിയ വീഡിയോ ആക്കി നിർത്തുവാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇടവേളകളിൽ കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇനിയിപ്പം 1 വർഷം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്കുള്ളൂ. എന്തിന് നാട്ടിലേക്ക് വന്നിട്ട് എന്താ കാര്യമുള്ളത്? പിണറായി വിജയൻ്റെ തൊലിഞ്ഞ ഭരണവും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേ ഉള്ളത്. അതിദാരിദ്ര്യം മാറി കേരളം. ഇതുപോലത്തെ ഒരു പരനാറി വിജയൻ വേറെ ഉണ്ടാവില്ല.
ഓക്കെ, ബൈ ബൈ.